أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة الفلق. قل أعوذ برب الفلق. സൂറത്തുൽ ഫലഖ് ഖംസു ആയാത്തിൻ, 5 ആയത്തുണ്ട്. മദനിയാണ്, നബിയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖൗലുഹു തആല, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞല്ലോ. ഖുൽ, നബിയെ അങ്ങ് പറയുക, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖി ഫലഖിൻ്റെ റബ്ബിനോട്, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ എന്തിൽ നിന്നാണെന്ന് അടുത്ത ആയത്തിൽ പറയും. അപ്പോൾ ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ആയത്തിലുണ്ട് മസായിലു, ചില മസ്അലകളുണ്ട്, ചില ചോദ്യോത്തരങ്ങളുണ്ട്. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല എന്താ? അത് ഫി ഖൗലിഹി, ഖുൽ എന്നതിലാണ്. ഖുൽ അത് ഫവായിദു, അതിൽ ചില ഫായിദകളുണ്ട്, ചില ഫലങ്ങളുണ്ട്. എന്താണ്? അഹദു, അതിൽ ഒന്നാമത്തത് അന്നഹു സുബ്ഹാനഹു, അല്ലാഹു ലമ്മ അമറ ബി ഖിറാഅത്തി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അല്ലാഹ് കൽപ്പിച്ചു. അതായത് ഇതിന് മുന്നുള്ള സൂറത്ത് ഖുൽ ഹു അല്ലാഹു അഹദാണല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അത് ഓതാൻ അല്ലാഹ് കൽപ്പിച്ചു. തൻസീഹൻ ലഹു, അത് അവനെ പരിശുദ്ധമാക്കാൻ വേണ്ടി. അമ്മാല യലീഖു ബിഹി, അവനോട് യോജിക്കാത്തതിനെ തൊട്ട്. ഫീ ദാത്തിഹി, അവൻ്റെ ദാത്തിലും, വസിഫാത്തി, അവൻ്റെ വിശേഷണങ്ങളിലും, അവനിലും അവൻ്റെ വിശേഷണങ്ങളിലും യോജിക്കാത്ത കാര്യങ്ങളെ തൊട്ട് അവനെ പരിശുദ്ധമാക്കാൻ വേണ്ടി സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അല്ലാഹ് കൽപ്പിച്ചു. വകാന ദാലിക മിൻ അഅ്ലമി ത്വആത്ത്, അത് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ വഴിപ്പെടലാണ്, വഴിപ്പെടലിൽ പെട്ട കാര്യമാണ് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക എന്നുള്ളത്. ഫക അന്നൽ അബ്ദ്, അപ്പോൾ അടിമയായിട്ടുണ്ട്. കാല, അവൻ പറഞ്ഞ പോലെയായി. ഇലാഹന ഹാദിഹി ത്വഅത്തു അലീമത്തുൻ ജിദ്ദാ, അള്ളാഹുവെ ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ത്വഅത്ത് വലിയ ത്വഅത്താണ്, ജിദ്ദൻ അങ്ങേയറ്റം വലിയ ത്വഅത്താണ്. ലാ അസിഖു ബി നഫ്സി ഫീൽ വഫായ് ബിഹ, ഞാൻ അതുകൊണ്ട് പൂർത്തിയാക്കാൻ ഞാൻ എൻ്റെ നെഫ്സ് കൊണ്ട് ഉറപ്പിക്കുന്നില്ല. അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അടിമ പറയണ പോലെയുണ്ട്. അപ്പോൾ അള്ളാഹ് പറയും ഫജാബ, അപ്പോൾ അള്ളാഹ് ഉത്തരം നൽകുക. ബിയൻ ഖാൽ, അള്ളാഹ് പറഞ്ഞുകൊണ്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അപ്പോൾ നീ എന്ത് ചെയ്യോ? നിനക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നീ പറഞ്ഞോ അഊദു ബിറബ്ബിൽ ഫലഖ്. ഐസ്തഅദ് ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. അപ്പോൾ നീ എന്നെ കൊണ്ട് തന്നെ കാവൽ തേടിക്കോ. വൽതജി ഇലൈഹി, നീ അവനിലേക്ക് തന്നെ മടങ്ങിക്കോ. ഹത്താ യുവഫിഖക, അള്ളാഹ് നിനക്ക് തൗഫീക്ക് നൽകും, അവൻ നിനക്ക് തൗഫീക്ക് നൽകും, ഭാഗ്യം നൽകും. ലിഹാദിഹി ത്വഅത്തി, ഈ ത്വഅത്തിന്, അലാ അക്മലിൽ വുജൂഹി, പരിപൂർണ മാർഗത്തിൽ ഈ വഴിപ്പെടലിന് നിനക്കല്ല തൗഫീക്ക് നൽകും. അപ്പോൾ അള്ളാഹുവിനോട് തന്നെ നീ കാവൽ ചോദിച്ചോ എന്ന് പറഞ്ഞതുപോലെയുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഖുൽ എന്നതിൽ ഈ പറഞ്ഞ ആശയം. വസാനിഹ, ഇനി രണ്ടാമത്തേത് അന്നൽ കുഫാറ, കാഫിരീങ്ങൾ ലമ്മാ സാലു റസൂല, റസൂലിനോട് ചോദിച്ചു. നിസബി ലാഹി വസിഫത്തി, അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ വിശേഷത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ ഫകാന്ന റസൂൽ അലൈഹിസ്സലാം, അപ്പോൾ റസൂൽ ആയതുപോലെയുണ്ട്. ഖാല, നബി പറഞ്ഞതുപോലെയുണ്ട്. കൈഫ അൻജു മിൻ ഹാദിഹി ജുഹാലില്ലദീന തജാസറു, ഈ വിഡ്ഢികളിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? തജാസറു, അവർ ധൈര്യം കാണിച്ചു. ഖാലൂർ പറഞ്ഞു, ഫീക്ക, അങ്ങയിൽ, മാലാ യലീഖു ബിക, നിന്നോട് യോജിക്കാത്തത് നിന്നിൽ പറയുകയും അതിന് ധൈര്യം കാണിക്കുകയും ചെയ്ത ഈ ജാഹിലീങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? അപ്പോൾ ഫഖാല അള്ളാഹു, അപ്പോൾ അള്ളാഹ് പറയാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അപ്പോൾ നീ എന്ത് ചെയ്യോ? രക്ഷപ്പെടാൻ വേണ്ടി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അങ്ങ് പറഞ്ഞോ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നീ പറയും. അതായത് ഇസ്തഅദ് ബി, എന്നെക്കൊണ്ട് നീ കാവൽ ചോദിക്കുക. ഹത്ത അസൂനക്ക അൻ ശരീഹിം, അവരുടെ ഷെറിനെ തൊട്ട് ഞാൻ നിന്നെ സംരക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി നീ എന്നോട് കാവൽ ചോദിച്ചോ. ഇനി സാലിസു, അത് മൂന്നാമത്തൊരു ഫായിദ.
കാന്നഹു താല അള്ളാഹ് യഖൂലു പറയുന്നത് പോലെയുണ്ട്, മനിൽ തജാ ഇലാ ബൈത്തി, എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അഷറഫ്തുഹു, ഞാൻ അവനെ ആദരിക്കും, വജഅൽതുഹു ആമിന, ഞാൻ അവനെ നിർഭയത്തനാക്കും. അപ്പോൾ ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, വമൻ ദഖലഹു കാന ആമിന, ഫഖുൽതു വമൻ ദഖലഹു കാന ആമിന ഫൽതജി അൻത ഐദൻ ഇലയ്യ ഹത്ത അജ്അലുക ആമിന. വമൻ ദഖലഹു കാന ആമിന, അപ്പോൾ ആരെങ്കിലും കടന്നാൽ അവൻ ആമിനാകും. വൽതജി, അതുകൊണ്ട് ഫൽതജി അൻത ഐദൻ ഇലയ്യ, അതുകൊണ്ട് നീ എന്നിലേക്ക് നീയും ചേർന്നോ, ഹത്ത അജ്അലുക ആമിന, ഞാൻ നിന്നെ ആമിനാക്കാം. ഫഖുൽ, എന്നിട്ട് നീ പറഞ്ഞു അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞോ. അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി അൽ മസ്അലത്തു സാനിയ, മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇഖ്തലഫു ബി അന്നഹു അൽ യജൂസുൽ ഇസ്തിആനതു ബി റുഖയ്യി വൽ ഉവദി അംല. അതിന് നേരത്തെ പറഞ്ഞ അൽ മസ്അല നമ്മൾ പറഞ്ഞ അൽ മസ്അലത്തുൽ ഊല പറഞ്ഞത് എന്താണ്? മസായിലെ ചില മസാലകളില്ലേ, ഒന്നാമത്തെ മസാല കുൽ എന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി 1, 2, 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി അൽ മസ്അലത്തു സാനി, രണ്ടാമത്തെ മസാല എന്താ? ഇഖ്തലഫു, അവരെതിരായിട്ടുണ്ട്. ഫി അന്നഹു അൽ യജൂസുൽ ഇസ്തിആനതു ബി റുഖയ്യി വൽ ഉവദി അംല, മന്ത്രിച്ചുകൊണ്ട് സഹായം തേടാമോ, അതല്ല പറ്റുകയില്ലയോ, മന്ത്രം പറ്റുമോ പറ്റില്ലയോ എന്ന് അതിൽ എതിരഭിപ്രായമുണ്ട്. മിൻഹും, അവരിലുണ്ട് കാല പറഞ്ഞു ഇന്നഹു യജൂസു, അനുവദനീയമാണ്. വഹ്തജു ബി വുജൂഹിൻ, അവർ പല മാർഗ്ഗങ്ങളെ കൊണ്ട് തെളിവ് പിടിച്ചു. അഹദു, ഒന്നാമത്തേത് മാ റുവിയ, റിവായത്തിൽപ്പെട്ട ഒന്നാണ്, ഒരു ഹദീസാണ്. എന്താ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ഔലാദി ബോധിച്ചു. ഫറഖാഹു, നബിക്ക് എന്താണ് വിഷമം വന്നു. അപ്പോൾ ഫറഖാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ നബിയെ മന്ത്രിച്ചു എന്ന്. ഫഖാല, ജിബ്രീൽ എന്താ പറഞ്ഞ? ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക വല്ലാഹു യശ്ഫീക. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ അർഖീക, ഞാൻ അങ്ങേ മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീക, അങ്ങേ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവത്തിൽ നിന്നും. വല്ലാഹു യശ്ഫീക, അള്ളാഹു അങ്ങേ ശിഫയാകട്ടെ. അപ്പോൾ ഒന്നതാണ്. അപ്പോൾ റസൂലിനെ ജിബ്രീൽ മന്ത്രിച്ചിട്ടുണ്ട്. വസാനിഹ, രണ്ടാമത്തത് ഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ യുഅല്ലിമുന, ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. മിനൽ ഔജായി കുല്ലിഹ, മുഴുവൻ വേദനകളിൽ നിന്നും, വൽഹുമ്മ, പനിയിൽ നിന്നും. ഹാദ ദുആ, ഈ ദുആ ഏതാ ദുആ? ബിസ്മില്ലാഹിൽ കരീം അഊദു ബില്ലാഹിൽ അലീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. അപ്പോൾ അഊദു ബില്ലാഹിൽ അലീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ദുആ ഞങ്ങളെ റസൂൽ പഠിപ്പിച്ചു വന്നു, പനിക്കും അതുപോലെ തന്നെ മുഴുവൻ വേദനകൾക്കും. വസാലിസുഹ, മൂന്നാമത്തത് ഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞു, മൻ ദഖല അലാ മരീദിൻ ലം യഹ്ളുർഹു അജലുഹു, മരിക്കാറാകാത്ത ഒരു രോഗിയുടെ മേൽ ആരെങ്കിലും കടന്നാൽ, ഫഖാല, അവൻ പറയട്ടെ, അസ്അലുല്ലാഹുൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് പറയട്ടെ, 7 മർറാത്തിൻ, 7 പ്രാവശ്യം പറയട്ടെ, എന്നാൽ ഷുഫി, അവന് രോഗം മാറും. എന്താണ് അത് പറഞ്ഞത്? അസ്അലുല്ലാഹുൽ അലീം, അലീമായ വലിയവനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അലീം, വലിയ അർശിൻ്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. എന്ത്? അൻ യശ്ഫിയക, നിനക്ക് അള്ളാഹ് ശിഫ നൽകാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് എന്ത് ചെയ്യുക? 7 വട്ടം പറഞ്ഞാൽ അവൻ്റെ രോഗം മാറും എന്നാണ് പറഞ്ഞത്. ഈ മരണവേളയിലല്ലാത്ത രോഗത്തെ പറ്റിയാണ്. ഇനി റാബിഹ, നാലാമത്തത് അൻ അലിയിൻ അലൈഹിസ്സലാം, അലി തങ്ങളെ തൊട്ടുണ്ട്. ഖാല, അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളായിരുന്നു, ഇദാ ദഖല അലാ മരീദിൻ, നബി തങ്ങൾ ഒരു രോഗിയുടെ മേൽ കടന്നാൽ, ഖാല, നബി പറയും, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അന്ത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അന്ത്. അദ്ഹിബിൽ ബഅസ്, അല്ലാഹു നീ പ്രയാസത്തെ, റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു നീ പ്രയാസത്തെ മാറ്റണേ.
ഇഷ്ഫി നീ ശിഫ നൽകണം, അന്ത നീ അഷാഫി അന്ത ഷാഫി നീയാണ് ശിഫ നൽകുന്നവൻ, ലാ ഷാഫി ഇല്ല അന്ത നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല എന്ന് പറഞ്ഞ് നബിതങ്ങൾ എന്ത് ചെയ്യും, രോഗിയുടെ അടുത്ത് കടന്നാൽ ഇങ്ങനെ പറയുമായിരുന്നു. വഹാമിസു അഞ്ചാമത്തേത് അനിബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസങ്ങൾ തൊടുക്കാല ഇബിൻ അബ്ബാസങ്ങൾ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളായിരുന്നു യുഅവ്വിദുൽ ഹസന വൽ ഹുസൈന ഹസനെയും ഹുസൈനെയും നബിതങ്ങൾ മന്ത്രിച്ചിരുന്നു, അവർക്ക് വേണ്ടി കാവൽ ചോദിച്ചിരുന്നു. യഖൂൽ നബിതങ്ങൾ പറയും, ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ എന്ന് പറയും. എന്താ പറഞ്ഞാൽ യുഈദുകുമാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കാവൽ ചോദിക്കുന്നു, ബി കലിമാത്തില്ലാഹി താമ്മ പരിപൂർണമായ അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ട് വചനങ്ങൾ കൊണ്ട്, മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ എല്ലാ ശൈത്താന്മാരിൽ നിന്നും, വമിൻകുല്ലി ഐനിൻ ലാം എല്ലാ ഐന് കണ്ണേറുകളിൽ നിന്നും. വയഖൂലു എന്നിട്ട് അദ്ദേഹം പറയണം, ഹാക്കദാക്കാണ് നബി തങ്ങൾ പറയണം, ഹാക്കദാക്കാണ് ഇബ്രാഹിം അബി ഇബ്രാഹിം എൻ്റെ പിതാവായ ഇബ്രാഹിം നബി യുഅവ്വിദു ബിനൈഹി ഇസ്മായില വ ഇസ്ഹാക്ക ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും മന്ത്രിച്ചിരുന്നു എന്ന് ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇബ്രാഹിം നബി കാവൽ ചോദിച്ചിരുന്നു ഈ പറഞ്ഞതുകൊണ്ട്. സാദിസുഹ ആറാമത്തെ തെളിവെന്താ, ഖാല ഉസ്മാനുബിൻ അബിൽ സഖഫി പറയാണ്, ഉസ്മാനുബിൻ അബിൽ സഖഫി പറയും, ഖദീംതു അല റസൂലില്ലാഹി ഞാൻ റസൂലിൻ്റെ മേൽ ചെന്നു, റസൂലിൻ്റെ അടുക്കൽ ചെന്നു, വബി വജഅൻ എനിക്ക് വേദനയുണ്ട്, എന്നിലാണെങ്കിൽ വേദനയുണ്ട്, അത് കാത യുബുത്തുലുനി അതെന്നെ നിഷ്ഫലമാക്കാൻ അടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വേദന. ഖാല റസൂൽ അപ്പോൾ റസൂൽ പറഞ്ഞു, ഇജ്അൽ യദക്കൽ യുംന അലൈഹി നീ ആ വേദന ഉള്ളതിൻ്റെ മേൽ നിൻ്റെ കൈ വെക്കുക, എന്നിട്ട് നീ പറഞ്ഞു ബിസ്മില്ലാഹി അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതി മിൻ ശർരി മാ അജിദു സബ്അ മർറാത്തിൻ. നീ എന്താ പറഞ്ഞ, ബിസ്മില്ലാഹി അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്ന് നീ പറയണം, സബ്അ മർറാത്തിൻ 7 വട്ടം പറയാം. ഫഅൽതു ദാലിക അപ്പോൾ ഞാനത് ചെയ്തു, ഫശഫാനി അല്ലാഹ് അപ്പോൾ അല്ലാഹ് എനിക്ക് ശിഫ നൽകി. കണ്ടാ എന്താണ് ആ ദുആ, ബിസ്മില്ലാഹി അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറുന്നു ഇവിടെ മാ മിൻ ശർരി മാ അജിദു എന്നുള്ളൂ. ബിസ്മില്ലാ അള്ളാഹിൻ്റെ നാമത്തിൽ അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബി ഇസ്സത്തിലെ അള്ളാഹിൻ്റെ ഇസ്സത്ത് കൊണ്ടും, വ ഖുദ്റതി അവൻ്റെ പ്രതാപവും കഴിവും കൊണ്ടും ഞാൻ ചോദിക്കുന്നു, മിൻ ശർരി മാ അജിദു ഞാൻ എത്തിക്കുന്ന മുഴുവൻ ഷെറിൽ നിന്നും അള്ളാഹിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സാബിയോ അതിന് 7-മത്തേത് റുബിയ റിവായത്ത് ചെയ്യപ്പെട്ടു, അന്ന അലൈഹിസ്സലാം കാന ഇദാ സാഫറ അരീതങ്ങൾ തന്നെയല്ലേ അദ്ദേഹം കാന ഇദാ സാഫറ വനസല മൻസലൻ യഖൂലു യാ അർളു റബ്ബി വ റബ്ബുക്കില്ലാഹു യാത്ര ചെയ്താൽ ഫനസല അങ്ങനെ ഒരു വീട്ടിലിറങ്ങി ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ യഖൂലു യാ നബി അദ്ദേഹം പറയും, യാ അർളു ഓ ഭൂമിയെ, റബ്ബി വ റബ്ബുക്കില്ല എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അള്ളാഹുവാണ്, അഊദു ബില്ലാഹി മിൻ ശർരി വ ശർരി മിൻ ശർരിക്കി നിൻ്റെ ഷർറിൽ നിന്നും, വ ശർരി മാ ഫീക്കി നിന്നിലുള്ള ഷർറിൽ നിന്നും, വ ശർരി മാ യഖ്റുജു മിൻകി നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഷർറിൽ നിന്നും, വ ശർരി മാ യദിബു അലൈക്ക് നിൻ്റെ മേൽ വരുന്ന ഷർറിൽ നിന്നും ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. അല്ലേ, ബിസ്മില്ലാ യാ അർളു റബ്ബി വ റബ്ബുക്കില്ലാഹു അഊദു ബില്ലാഹി മിൻ ശർരിക്കി വ ശർരി മാ ഫീക്കി വ ശർരി മാ യഖ്റുജു മിൻകി വ ശർരി മാ യദിബു അലൈക്കി നിൻ്റെ മേൽ എഴിഞ്ഞു വരുന്നു അല്ലേ, യദ്ദബ്ബ യദിബു. വ അഊദു ബില്ലാഹി മിൻ അസദിൽ നിന്നും, വ ഉസൂദിൽ നിന്നും, വ ഹയ്യത്തിൻ വ അഖ്റബിൻ അല്ലേ തേളിൽ നിന്നും, പാമ്പിൽ നിന്നും, പിടിമൃഗങ്ങളിൽ നിന്നും, അസദ് സിംഹത്തിൽ നിന്നൊക്കെ അള്ളാഹിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഒമിൻ ശരി സാക്കിനിൽ വലതി ഈ നാട്ടിൽ താമസിക്കുന്നതിൻ്റെ ഷെറിൽ നിന്നും, വാലിദിൻ വമാ വലത് അതിനെ ഉണ്ടാക്കിയതിൽ നിന്ന് അതുണ്ടായതിൽ നിന്നൊക്കെ ഞാൻ എന്തിൽ നിന്നൊക്കെ ഞാൻ ഷെറിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയും. വറുവി അന്നഹു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ സാമിനുഹ 8-മത് കാലത്ത് ആയിഷ ബി പറയണം, കാന റസൂലുള്ളാഹിയിരുന്നു ഇദസ്തക്ക നബിതങ്ങൾക്ക് വല്ല രോഗം വന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മിൻ ജസദിഹി
ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ആവലാതി വന്നാൽ ഖറ നബി ഓതും ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ തന്നെ വൽ മുഅവ്വിദത്തൈനി അത് ഓതും. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും നാസും ഓതും. ഫി കഫിഹിൽ യുംന വലത്തെ കയ്യിൽ ഓതിയിട്ട് വ മസാബിഹൽ മക്കാനല്ലദീ യസ്തക്കി ആ വേദനിക്കുന്ന ഭാഗത്ത് നബി അതുകൊണ്ട് തടകുമായിരുന്നു എന്ന് ആയിഷാബി പറയണം. കഫ് ഉള്ളംകൈയിൽ ഊതിയിട്ട് അതുകൊണ്ട് ആ വേദനിക്കുന്ന സ്ഥലത്ത് നബി തടവാറുണ്ടായിരുന്നു. ഇനി വമിനന്നാസി ജനങ്ങളിലുണ്ട് അതിനപ്പം ഇത്ര നേരം പറഞ്ഞ മന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞവരാ. ഇനി വമിനന്നാസ് ജനങ്ങളിലുണ്ട് മനാമിന റുഖൈ മന്ത്രം തടയുന്നവരുണ്ട്. അത് ലിമാ റുവിയാൻ ജാബിർ തങ്ങളത്തോട് റിവായത്തപ്പെട്ട ഒന്നാണ്. എന്താണ് കാല അദ്ദേഹം പറഞ്ഞു നഹാ റസൂലുള്ള നിരോധിച്ചു അനിർ റുഖയ്യ നിരോധിച്ചിട്ടുണ്ട്. വഖാല അലൈഹി സ്വലം നബി തങ്ങൾ പറഞ്ഞു ഇന്നലില്ലാഹി ഇബാദൻ അള്ളാഹിന് കുറച്ച് അടിമകളുണ്ട് ലാ യക്തഊന വലാ യസ്തർഖൂന അവരെന്ത് ചെയ്യൂല അവർ മന്ത്രിക്കാത്ത കുറച്ച് ആൾക്കാർ വലാ റബ്ബിഹിം യതവക്കലൂൻ അവർ റബ്ബിൻ്റെ മേൽ തവക്കുലാക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഖാല അലൈഹി സ്വലാം നബി തങ്ങൾ വഖാല അലൈഹി സ്വലാം പറഞ്ഞു ലം യതവക്കൽ അലല്ലാഹി മനിക്തവ വസ്തർഖ അള്ളാഹിൻ്റെ മേൽ എന്ത് ചെയ്തിട്ടില്ല കാവലേൽപ്പിച്ചിട്ടില്ല. മനിക്തവ ചൂടുവെക്കുകയും വസ്തർഖ മന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ മേൽ എന്താക്കിയിട്ടില്ല ഭരമേൽപ്പിക്കാത്തവനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉജീബാൻ അതിന് മറുപടി എന്താ? ഉജീബാൻ അതിനകത്തോട്ട് മറുപടി ഉണ്ട്. ബിഅന്നഹു യുഹ്തമലു അൻ യകൂന നഹ്യു അനിർ റുഖയ്യിൽ മജ്ഹൂലത്തില്ലത്തി ലാ തുറഫു ഹഖായിഖുഹ യാഥാർത്ഥ്യം അറിയാത്ത വിവരമില്ലാത്ത മന്ത്രമാണ് നബി നിരോധിച്ചത് കേട്ടാ എന്ന് മറുപടി. അമ്മാമാ കാനലു അസുലൻ മൗസൂഖൻ ഉറപ്പുള്ള അടിസ്ഥാനമുള്ള മന്ത്രം ഫലാ നഹിയാനു അതിൽ വിരോധനയില്ല. വഖ്തലഫു ഫി തഅലീഖ് ഇനി അവരെതിരായിട്ടുണ്ട്. തഅലീഖ് എതിരായിട്ടുണ്ട്. തഅലീഖ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വെച്ച് കെട്ടുക മന്ത്രിച്ചിട്ട്. ഫറുവിയ അതിൽ ഇഖ്തിലാഫുണ്ട്. അപ്പോൾ ഫറുവിയ റിവായത്തിൽപ്പെട്ട അന്നു അലൈഹി സ്വലാം നബി തങ്ങൾ ഖാല നബി പറഞ്ഞു മൻ അല്ലഖ ഷൈഅൻ വുക്കില ഇലൈഹി ആരെങ്കിലും എന്തെങ്കിലും ഏലൈസ് കെട്ടാന്നല്ലേ തഅലീഖ് അങ്ങനെ ചെയ്താൽ വുക്കിലയിലെ അവന് അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു മസ്ഊദിനെ തൊട്ടുണ്ട് അന്നഹു റഅ അല ഉമ്മി വലദിഹി ഉമ്മു വലദിൻ്റെ മേൽ അദ്ദേഹം കണ്ടു തമീമത്തൻ ഉമ്മു വലദ് എന്ന് പറഞ്ഞാൽ അല്ലേ അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീക്കാണ് ഉമ്മു വലദ് എന്ന് പറയാം. തമീമത്തൻ മർബൂത്തൻ ബി അലുദിഹ അവളുടെ തമീമത്ത് കണ്ട് ഒരു ഏലൈസ് കണ്ട് മർബൂത്തൻ അത് കെട്ടപ്പെട്ട് ബി അലുദിഹ തുടയിൽ കെട്ടിയ തുടയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈൻ്റെ തുട എന്നല്ലേ പറയല്ലേ അല്ലേ അവിടെ കെട്ടിയ ഒരു എന്ത് കണ്ടു തമീമത്ത് കണ്ടു ഒരു ഏലൈസ് കണ്ടു. ഫജദബഹ ജദ്ബൻ അനീഫൻ ഫഖതഹ അപ്പോൾ അദ്ദേഹം ശക്തിയായി വലിക്കുകയും അതിനെ പൊട്ടിച്ച് കളയുകയും ചെയ്തു ഇബ്നു മസ്ഊദ്. ഇനി മിൻഹുമ്മൻ ജവ്വദ് അത് പറ്റൂന്ന് പറഞ്ഞവരുണ്ട്. സുഇലൽ ബാഖർ അലൈഹി സ്വലാമിനോട് ചോദിക്കപ്പെട്ടു അനി തഅവീദി യുഅല്ലഖല സിബിയാനി കുട്ടികളുടെ മേൽ ബന്ധിക്കപ്പെടുന്ന തഅവീദിനെ പറ്റി ഫറഖസ ഫി അപ്പോൾ അദ്ദേഹം ബാഖർ അലൈഹി സ്വലാം അതിന് അനുമതി നൽകി. വഖ്തലഫു ബിൻ നഫ്സി ഐദൻ ഇനി ഊതി മന്ത്രിക്കുന്നതിനെ പറ്റി അതിലും എതിരഭിപ്രായമുണ്ട്. ഫറുവിയാൻ ആയിഷ ബിവിയോട് റിവായത്തപ്പെട്ടു അന്നഹ ഖാലത്ത് ആയിഷ ബി പറയാണ് കാന റസൂലുള്ളാഹി യൻഫുസു അലാ നഫ്സിഹി നബി ശരീരത്തിൻ്റെ മേൽ ഊതാറുണ്ടായിരുന്നു. ഇദസ്തക നബിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ബിൽ മുഅവ്വിദാത്ത് കൊണ്ട് ഫലക്കും നാസും ഓതിയിട്ട് നബി മന്ത്രിക്കും എന്നിട്ട് ഊതും. വയംസഹു ബിയദി എന്നിട്ട് കൈ കൊണ്ട് എന്ത് ചെയ്യും ഊതുകയും കൈ കൊണ്ട് തടയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഫലമസ്തക റസൂലുള്ളാഹി വജഅഹു നബിയുടെ വേദന നബി തങ്ങൾ വജഹിനെ പറ്റി ആവലാതി ബോധിച്ചപ്പോൾ അല്ലദീ തൂഫിയ ഫി നബി വഫാത്തായ ആ രോഗത്തിൽ തഫിഖ്തു അൻഫുസു അലൈഹി നബിക്ക് ഞാൻ ഊതിക്കൊടുത്തു ബിൽ മുഅവ്വിദാത്ത് ഓതി മുഅവ്വിദാത്ത് സൂറത്തുൽ ഫലഖുൻ നാസ് ഓതിയിട്ട് നബി തങ്ങൾക്ക് വേണ്ടി ഞാൻ
ഊതിക്കൊടുത്തു. അല്ലത്തി കാന യംഫുദു ബിഹ അലാ നഫ്സിഹി, നബിതങ്ങൾ ശരീരത്തിൻ്റെ മേൽ നബി ഊതി മന്ത്രിക്കാറുണ്ടായിരുന്ന ആ സൂറത്തുൽ ഫലക്കുൻ നാസ് ഓതിയിട്ട് ഞാൻ നബിയെ മന്ത്രിച്ചു. ഇനി വാനു അലൈഹി സ്വലാം അന്നഹു കാന ഇദ അഖദ മലുജഹു, നബിതങ്ങൾ ഇതാ കാന മലുജ, നബിതങ്ങൾ മലുജയിലെത്തിയാൽ, അതായത് കിടക്കുന്ന സ്ഥലത്ത് എത്തിയാൽ, നഫസ ഫി യദൈഹി, നബിതങ്ങൾ കയ്യിൽ ഊതും, വ ഖറഅ ഫീഹിമ ബിൽ മുഅവ്വിദാത്തി, ആ രണ്ട് കയ്യിലും മുഅവ്വിദാത്തി ഓതും, രണ്ട് കയ്യിലും, സുമ മസാബിഹിമ ജസദഹു, പിന്നെ അത് രണ്ടുകൊണ്ടും ശരീരം തടവുമായിരുന്നു. സൂറത്തുൽ ഫലക്കുൻ നാസ് ഓതി കയ്യിൽ ഊതിയിട്ട് തടവാറുണ്ടായിരുന്നു. ഇനി വാ മിൻഹുമ്മൻ അങ്കര നഫസ, നഫസ് പാടില്ല എന്ന് നിരോധിച്ചവരുണ്ട്. നഫസ് എന്ന് വെച്ചാൽ ഊത്തേ, ഓതൽ പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതലിൻ്റെ കൂടെ ഊതണോ, അത് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. കാല ഇക്രിമ പറഞ്ഞു, ലാ യംബഗി റാഖി, മന്ത്രിക്കുന്നവന് യോജിച്ചതല്ല, യംഫുസ അവന് ഊതലും, വലാ യംസഹ തടവലും, വലാ യഖിദ കെട്ടിടലൊന്നും യോജിച്ചതല്ല. വാൻ ഇബ്രാഹിം എന്നൊരു കാലം കാനു യക്രഹൂന നഫസ, അവരായിരുന്നു റുഖയ്യി, മന്ത്രിക്കുന്നതിൽ ഊത്തിനെ അവരെന്ത് ചെയ്യുന്നു, വെറുത്തിരുന്നു. വക്കാല ബാദു പറഞ്ഞു, ദഖൽതു അല ലഹാക്കി വഹുവ ബജീവൻ, ഞാൻ ലഹാക്കിൻ്റെ മേൽ കടന്നു, അദ്ദേഹമാണെങ്കിലോ അദ്ദേഹം രോഗിയാണ്, വേദനിക്കുന്ന ആളാണ്. ഫഖുൽത്തു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉഅവ്വിദുക യാ അബാ മുഹമ്മദ്, അബാ മുഹമ്മദെ അങ്ങേ ഞാൻ മന്ത്രിക്കട്ടെ? കാലദേവൻ ബല, മന്ത്രിച്ചോ. വലാക്കിൻ ലാ തംഫുസ്, നീ ഊതണ്ട, ഊതി മന്ത്രിക്കണ്ട. ഫഅവ്വതു ബിൽ മുഅവ്വിദത്തൈനി, അപ്പോൾ ഞാൻ ഫലക്കും നാസോതി അദ്ദേഹത്തെ മന്ത്രിച്ചു. കാലൽ ഹലീമി പറയാണ്, അല്ലദീ റുവിയാൻ ഇക്രീമ അന്നഹു യംബഗി റാഖി അല്ലാ യംഫുസ വലാ യംസ വലാ യഖുദ ഫകഅന്നഹു ദഹബ ഫീ ഇലാ അന്നല്ലാഹു തആല ജഅല നഫ്സ ഫിൽ അഖദി മിമ്മാ ഇസ്തആദു മിൻഹു ഫവജബ അൻ യകൂന മൻഹിയൻ അൻഹു ഇല്ലാ അന്ന ഹാദാ ദഈഫൻ. ഹലീമി പറഞ്ഞു, അല്ലദീ റുവിയാൻ ഇക്രിമയെ തൊട്ട് റിവായത്തിൽപ്പെട്ടല്ലോ, ഇക്രിമയെ തൊട്ട് റിവായത്തിൽപ്പെട്ട എന്താ പറഞ്ഞത്? അല്ലദീ റുവിയാൻ ഇക്രിമ അന്നഹു യംബഗി റാഖിക്ക് അത്യാവശ്യമാണ് അല്ലാ യംഫുസ ഊതാതിരിക്കൽ, വലാ യംസ വലാ യഖിദ എന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഒന്ന്. ഫകഅന്നഹു ദഹബ ഫിഹി ഇലാ അദ്ദേഹം പോയതുപോലെയുണ്ട്, അദ്ദേഹം അതിൽ ഇലാ അന്നല്ലാഹു തആല ജഅല നഫസിനെ അള്ളാഹ് ആക്കിയിട്ടുണ്ട് ഫിൽ അഖദിൽ മിമ്മ യുസ്തആദു മിൻഹു, മിമ്മ ഒന്നിൽ നിന്ന്, യുസ്തആദു മിൻഹു അതിൽ നിന്ന് കാവൽ ചോദിക്കപ്പെടും. വജബ അൻ യകൂന മൻഹിയൻ അൻഹു ഇല്ലാ വജബ അൻ യകൂന, അപ്പോൾ നിർബന്ധമായി അൻ യകൂന മൻഹിയൻ അതിനോട് നിരോധിക്കപ്പെടൽ, ഇല്ലാ അന്ന ഹാദാ ലൈഫ് എങ്കിലും ഇത് ലൈഫാണ്. അന്ന നഫസ ഫിൽ ഉഖദി ഇന്നമാ യകൂന മദ്മൂമൻ ഇദാക്കാൻ, അപ്പോൾ ഈ പറഞ്ഞല്ലോ ക്രിമയത്തോട് റിവായത്ത് ചെയ്യപ്പെട്ടത് ലൈഫാണ്. കാരണം അന്ന നഫസ ഫിൽ ഉഖദി, കെട്ടിലൂതൽ, ഇന്നമാ യക്കൂന് മദ്മൂമാം അത് ആക്ഷേപിക്കപ്പെട്ടതാകുന്നത് ഇദാക്കാന സിഹ്റൻ മുളിറൻ ബിൽ അർവാഹി വൽ അബുദാനി, അബുദാനുകളും അർവാഹുകളും ശരീരങ്ങളും കൊണ്ടിട്ട് പ്രയാസപ്പെടുത്തുന്ന സിഹ്റാകുമ്പോഴാണ്, അബുദാനിനെയും അതുപോലെ തന്നെ റൂഹുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സിഹ്റാകുമ്പോഴാണ് അത് ആക്ഷേപിക്കപ്പെട്ടതാവുക. ഫമ്മായിദാക്കാന ഹാദൻ നഫസുൽ ഇസ്ലാഹിൽ അർവാഹി വൽ അബുദാനി, ശരീരങ്ങളെയും അതുപോലെ തന്നെ ആത്മാക്കളെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രമെങ്കിലോ വജബ അൻ ലാ യകൂന ഹറാമൻ, അത് ഹറാമാകാതിരിക്കൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അൽ മസ്അലത്തു സാലിസ, ഇനി മൂന്നാമത്തെ മസലയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ അടുത്ത് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.